ഹലോ ഗൈസ്, പുതുവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് എല്ലാം ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ് നമ്മൾ ഇന്ന് ബാലൻ സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. സോ പടത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ക്ലീൻ മൂവിയാണ് വിത്ത് അമേസിങ് ഫ്രെയിംസ്. പിന്നെ എക്കോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ബാലനും ഇഷ്ടപ്പെടും. ആ ഒരു സെറ്റപ്പിലാണ് പടം പോകുന്നത്. അപ്പോൾ നിങ്ങൾ എക്കോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് ബാലൻ കാണാൻ പോവാം. ബാലൻ ദി ബോയ്. സോ ബാലൻ ദി ബോയുടെ കാസ്റ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ പുതുമുഖങ്ങളാണ് മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. സോ ആദിശേഷനാണ് ബാലൻ ദി ബോയ് ആയിട്ട് ചെറുപ്പകാലം അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ വലുതായിട്ടുള്ള ഇത് കാണിക്കുന്നത് സിന എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊച്ചർക്കനാണ്. പിന്നെ നമ്മുടെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഫർസീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ ആക്ട്രസ്സാണ്. പിന്നെ നമുക്ക് വേറെയും കഥാപാത്രങ്ങൾ വരുന്നത്. സോ നിങ്ങൾ എന്തായാലും ട്രെയിലർ ഒരു മിന്നായം പോലെ കണ്ടവർ തന്നെയാണ്. നമ്മുടെ ടോവിനോ തോമസ് വരുന്നുണ്ട്, ഗിരീഷ് ഏടി വരുന്നുണ്ട്, ജീൻലാൽ ജൂനിയർ വരുന്നുണ്ട്. സോ പിന്നെ ആരാ വരുന്നത്? പിന്നെയും കുറച്ച് പേര് വരുന്നുണ്ട്. ഒരു മിന്നായം പോലെ അങ്ങനെ ഇങ്ങനെ വന്നൊക്കെ പോകുന്നുണ്ട്. സോ ഇവരാണ് അത്യാവശ്യം നല്ല മെയിൻ റോൾസ് ആയിട്ട് വരുന്നവർ. സോ ഇതിലെ അമ്മയും മോനാണ് മെയിൻ. ത്രൂ ഔട്ട് സിനിമ അവരുടെ കണ്ണിലൂടെ പോകുന്ന കഥകളാണ്. സോ പിന്നെ ബീന ആന്റണിയുടെ ഒരു തിരിച്ചുവരവായിട്ടുള്ളൊരു സംഭവം വരുന്നുണ്ട്. സോ മൊത്തത്തിൽ ഇവരുടെ ഒരു ലൈഫ് സ്റ്റോറിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നതാണ് നമ്മൾ പടത്തിലൂടെ കാണുന്നത്. പിന്നെ ആ കൊച്ചിറക്കനായിട്ട് അഭിനയിച്ച ആദിശേഷൻ, എൻ്റെ മോന് ഏതാ അഭിനയം. ചെക്കന് എത്ര 6-7 വയസ്സങ്ങോട്ടേ ഉള്ളൂ. പക്ഷെ പുള്ളിയുടെ ഓരോ ഇമോഷൻസ് കൺവേ ചെയ്യുന്നതും പുള്ളിയുടെ ഫേസിലുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല, സീനായിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പോലും മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ഉണ്ട് ചെറുതായിട്ട്. ആ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സിനാനും സീനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനാന് കുറച്ച് ടൈം സ്പേസ് കിട്ടിയെങ്കിലും പുള്ളി അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മയായിട്ട് അഭിനയിച്ച ഫർസീന, എൻ്റെ മോനെ ഏതാ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമാണ് നമുക്ക് തോന്നുക. കാര്യം അത്രയും അടിപൊളിയായിട്ട് ഈ ക്യാരക്ടറിനെ കൊണ്ടുപോയിട്ടുണ്ട് ആള്. പിന്നെ ടോവിനോ തോമസിന്റെ ഒരു വ്യത്യസ്തമായൊരു ക്യാരക്ടറായിട്ടാണ് വന്നിട്ടുള്ളത്. സോ സംഭവം കൊള്ളാം. ഭയങ്കര സ്ക്രീൻ സ്പേസ് ഒന്നുമില്ലെങ്കിലും സംഭവം പുള്ളി ക്ലീൻ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു സംഭവം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലത്തെ ഒരു വെറൈറ്റി സാധനമാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കണം. പിന്നെ ഗിരീഷേടിയും കൊള്ളാം. പുള്ളിക്കും അഭിനയിക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവം നമ്മൾ കണ്ടു. നമ്മുടെ ചിദംബരം ബ്രോ അഭിനയിച്ചു പോലീസായനായിട്ട്. അതുപോലെ തന്നെ ഗിരീശേരിയും പോലീസായനായിട്ട് കിടുക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാൽ ജൂനിയറും പൊളിച്ചടുക്കിയിട്ടുണ്ട്. പുള്ളിയും ജീൻലാലും സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെയും പോലീസ് വേഷം മഞ്ഞുമൽ ബോയ്സിൽ കണ്ട പോലെ അല്ല, പോലീസ് വേഷമാകുമ്പോൾ പുള്ളിയുടെ ആ ഒരു മാനറിസം സംഭവങ്ങളൊക്കെ കിടലനായിട്ടുണ്ട്. പിന്നെ നമുക്കിനി എടുത്തു പറയാനായിട്ടുള്ളത് നമ്മുടെ ചിദംബരേട്ടൻ്റെ ഡയറക്ഷനാണ്. ചിദംബരം പൊളിച്ചടുക്കിയിട്ടുണ്ട്. പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് ഡയറക്ഷൻ തന്നെ വേറെയാണ്. പുള്ളി അത് സീനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് റൈറ്റിംഗ്. ജിത്തു മാധവൻ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മൾ ചിന്തിച്ചു പോലും നോക്കിയിട്ടുണ്ടാവില്ല. അതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് എഴുതി വെച്ചേക്കുന്നത്. ലാസ്റ്റ് ക്ലൈമാക്സ് കൊണ്ടൊന്ന് എത്തിക്കുന്ന പോർഷനൊക്കെ പക്ക സീനായിട്ടുണ്ട്. ക്ലൈമാക്സ് ട്വിസ്റ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് ഷൈജു ഖാലിദിൻ്റെ സിനിമാറ്റോഗ്രാഫി. ഓരോ ഫ്രെയിമും കാണുമ്പം ഒന്ന് കണ്ടു തള്ളിപ്പോവും. അതുപോലെ കിടിലനായിട്ട് പുള്ളി ഫ്രെയിംസ് ചെയ്തേക്കുന്നത്. കാര്യം ഓരോ ഷോട്ടിലും ആ ഒരു ഷോട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ ഒരു വാൾപേപ്പർ ആക്കാൻ പറ്റിയ പോലത്തെ കിടിലൻ ഷോട്ട്സാണ് പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് ഒന്നും പറയാനില്ല, ടോപ്പിന് വെച്ച്. ഒബ്സഷന് ശേഷം ഞാൻ ഒബ്സഷൻ്റെ ആ ഒരു മൂഡിലായിരുന്നു. ഈ പടം കണ്ടതിന് ശേഷം ഇതിൻ്റെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വെച്ചാൽ ഈ പടത്തിന് മെയിനാണ്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു മൂവിയിൽ ഫുൾ ഇൻവോൾവ് ആകാൻ പറ്റുള്ളൂ. ആ സാധനം പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് എൻ്റെ മോനെ സീനായിട്ടുണ്ട്. ആ ത്രില്ലിങ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് പക്കയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ മ്യൂസിക്കിൽ വരുന്ന പാട്ടുകൾ, എങ്ങോട്ടാന്നുള്ള പാട്ട്, താക്കോൽ എന്നുള്ള പാട്ട്, പടം കണ്ടതിന് ശേഷം ഈ 2 പാട്ടുകൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ എന്ത് പണി ചെയ്യാലും ഈ പാട്ടുകൾ ഇങ്ങനെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുമ്പോൾ പോലും എനിക്ക് എങ്ങോട്ടാന്നുള്ള ആ പാട്ട് പോലും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും ഭയങ്കര കൺവിൻസിങ് ആയിട്ടും നമ്മുടെ മനസ്സിനെ അത്രയും തട്ടുന്ന രീതിയിലാണ് ആ പാട്ടുകൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ഗുണമാണെന്ന് തോന്നും.
സോ പാട്ടുകളും പൊളിച്ചിട്ടുണ്ട്. സോ മൊത്തത്തിൽ നിങ്ങൾക്കൊരു കിടിലൻ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്നൊരു അടിപൊളി പടമാണ്. സോ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് എക്കോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ബാലൻ 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറയുന്നു. ചിലവർ ഇതിനെ കുറിച്ച് വേറെ ടൈപ്പ് ഓഫ് റിവ്യൂസ് അവർ പറയുന്നുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് ചിലപ്പോൾ വർക്ക് ആവണം എന്നില്ല. പക്ഷെ ഇതൊരു അവാർഡ് പടം പോലെ നിങ്ങൾ കാണേണ്ട ഒരു പടമല്ല. അതിലും അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. കാരണം നമ്മൾ അവാർഡ് പടം എന്ന് പറയുമ്പോൾ ഒരു സ്ലോ പേസിങ് ഇങ്ങനെ പോകുള്ളൂ. പക്ഷെ ഈ പടത്തിൽ ഇങ്ങനെ വേവ്സ് ഒക്കെ നമുക്ക് കിട്ടും. കാരണം ചില ഭാഗത്ത് കോമഡീസ് ഒക്കെ ഉണ്ട്. സോ അത് സിറ്റുവേഷനനുസരിച്ച് വരുന്ന കോമഡീസ് ആണ്, അല്ലാണ്ട് കോമഡിക്ക് വേണ്ടി റൈറ്റ് ചെയ്തുണ്ടാക്കിയ ടൈപ്പ് കോമഡീസ് ഒന്നല്ല. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു സംഭവം സംഭവിക്കുമ്പോൾ നമുക്ക് ചിരി വന്നു പോകുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഈ ഒരു പടത്തിലുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഒട്ടും നിങ്ങൾ ബോറടിപ്പിക്കുകയോ ലാഗ് അടിക്കുന്ന പോലെ ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. സോ കിടിലൻ പടമാണ്. ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളത് കണ്ടവരാണെങ്കിൽ ഡു കമൻറ്റ് യുവർ കമൻറ്റ്സ്. നിങ്ങളുടെ റിവ്യൂസും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ്